വാർ ടു ഡയറക്റ്റഡ് ബൈ അയാൻ മുഖർജി, പ്രൊഡ്യൂസ്ഡ് ബൈ യഷ്രാജ് ഫിലിംസ്. YRF സ്പൈ യൂണിവേഴ്സിലെ നെക്സ്റ്റ് മൂവിയാണ്. ഒരു ടിപ്പിക്കൽ ബോളിവുഡ് ബോംബ് ഫിലിം, അങ്ങനെയാണ് എനിക്ക് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. വാർ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇറ്റ്സ് ഡയറക്റ്റഡ് ബൈ സിദ്ധാർത്ഥ് ആനന്ദ്. സോ പുള്ളീനെ മാറ്റി എന്തിനാണ് അയാൻ മുഖർജിനെ എടുത്തതെന്ന് എനിക്കറിയില്ല. അയാൻ മുഖർജി ഒരു നല്ല ഡയറക്ടർ തന്നെയാണ്. പുള്ളിയുടെ ഇതിനു മുമ്പുള്ള മൂവീസായിട്ടുള്ള വേക്കപ്പ് സിഡ്, യെ ജവാനി ഹേ ദിവാനി, ബ്രഹ്മാസ്ത്ര, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. ബട്ട് ഇതിലേക്ക് വരുമ്പം ഇത് കുറച്ചും കൂടെ സിദ്ധാർത്ഥ് ആനന്ദിന് സ്യൂട്ടായിട്ടുള്ളൊരു ജോൺറ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഈ ഒരു പടത്തിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു പടത്തിൽ മെയിൻ ആസ്പെക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത് ഇതിൽ ആക്ഷൻ സീക്വൻസ് ആയിരിക്കും. ബട്ട് ഇതിലേക്ക് വരുമ്പം ഇതിലെ ആക്ഷൻ സീക്വൻസ് മൊത്തം കോമഡി ഫീലിംഗ് ആണ്. എന്തൊക്കെയോ ലോജിക്കില്ലാത്ത ഓവർ ദ ടോപ്പ് കത്തി സാധനമാണ് കാണിക്കുന്നത് മൊത്തം. അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ 400 കോടിയൊക്കെ പൊട്ടിച്ച് കളഞ്ഞേക്കുന്നത്. എന്ത് ആവശ്യമിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. അത് കാണിക്കുമ്പം ആ ഒരു എന്താ പറയുക, ഒരു അഡ്രിനാലിൻ റഷൊന്നും നമുക്ക് കിട്ടുന്നില്ല. ചുമ്മാ കോമഡി ടൈപ്പ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പിന്നെ തോന്നിയത് നമ്മുടെ അരംപ്ലസരത്തിൽ ജഗതി ചേട്ടൻ കാറ് എന്നാക്കാൻ മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില്ലേ, ആ സംഭവം ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും എന്നാണ്. അത്രയും അലമ്പും കത്തിയായിരുന്നു. പിന്നെ ആകെ കൂടെ ഒരു പോസിറ്റീവായിട്ട് പറയാവുന്നത് ഹൃതിക് റോഷൻ്റെ സ്വാഗാണ്. ബട്ട് പുള്ളിയുടെ ആ ഒരു ഇതും പോലും ഇതിൽ പിടിച്ചെടുത്താൻ പറ്റില്ല. കാരണം ഇതൊരു ഭയങ്കര ലെങ്തി ഫിലിമാണ്. സോ അത്രയും ഹുക്ഡായിട്ട് നമുക്ക് ഓഡിയൻസിനെ പിടിച്ചെടുത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഇഴച്ചിലും മുഷിപ്പൊക്കെ ഫീൽ ചെയ്യും. സോ സെയിം തന്നെയാണ് എനിക്കിവിടെ തോന്നിയത്. അത്രയും ഇഴച്ചിലും മുഷിപ്പും എങ്ങനെയെങ്കിലും തീർന്നിട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. സോ നിങ്ങൾക്കൊരു മലങ്കൾട്ട് പടം തിയേറ്ററിൽ കുക്കി വിളിച്ച് എൻജോയ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പടം കാണാൻ പോവാം. അപ്പോൾ മൂവി കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു റിവ്യൂവിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.